മലനിരകളുടെ പുതിയ നിർവചനം ഖനനത്തിന് വേണ്ടിയോ? ന്യൂ ആരവല്ലി ബെഞ്ച്മാർക്ക് കുഡ് ഹാവ് ഇഫക്ട്സ് ബിയോണ്ട് മൈനിങ്. ആരവല്ലി പർവ്വതത്തിന് എന്താ പറ്റിയേ? എന്തിനാ ഈ ആളുകൾ ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്? പറയാം. അതായത് ഇന്ത്യയുടെ ഹരിത ശ്വാസകോശം എന്നാണല്ലോ നമ്മൾ പൊതുവെ ഈ ആരവല്ലി പർവ്വതനിരകളെ പറയാറ്. ഇപ്പോൾ അടുത്തിടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സുപ്രീം കോടതിയിൽ ഒരു നിർദ്ദേശം വെച്ചിരുന്നു. അതായത് ഈ പർവ്വതനിരകൾക്ക് ഒരു പുതിയ നിർവചനം ഉണ്ടാക്കുന്ന രീതിയിൽ അത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി അടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ച് അടുത്തിടെ അംഗീകരിക്കുകയും ചെയ്തു. സത്യത്തിൽ ഇതിനു ശേഷമാണ് ഈ പറയുന്ന വിവാദങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അതിലെന്താ വിവാദം? അതും പറയാം. അതായത് തറനിരപ്പിൽ നിന്ന് 100 മീറ്ററോ അതിലധികമോ ഉയരത്തിലുള്ള കുന്നുകളെ മാത്രമേ ആരവല്ലി കുന്നുകളായി അംഗീകരിക്കേണ്ടതുള്ളൂ എന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ നിർവചനം. ഇത്തരത്തിൽ 500 മീറ്റർ ദൂരപരിധിയിൽ ഉൾപ്പെടുന്ന 2ഓ അതിലധികം വരുന്ന കുന്നുകളെയും ആരവല്ലി പർവ്വതനിരകളിൽ ഉൾപ്പെടുത്താം. ഇതിൽ പ്രതിഷേധിച്ചാണ് പരിസ്ഥിതിവാദികളും ഹരിയാനയിലെയും രാജസ്ഥാനിലെയും ഒക്കെ സാധാരണക്കാരും പ്രതിഷേധിക്കുന്നത്. ഇതിലെന്താണ് വിവാദം എന്നല്ല, ഡൽഹിയിൽ നിന്ന് തുടങ്ങി ഹരിയാനയും രാജസ്ഥാനും അടക്കം ഗുജറാത്ത് വരെ 670 കിലോമീറ്ററിൽ നീണ്ടു നിവർന്നു കിടക്കുന്നതാണ് ആരവല്ലി മലനിരകൾ. എന്നാൽ ഇവയിൽ പലതും 100 മീറ്റർ ഉയരത്തിന് താഴെയുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ആരവല്ലി മലനിരകളിൽ ഉൾപ്പെട്ടിരുന്ന 90% പർവ്വതനിരകൾക്കും ഇനി ആ സംരക്ഷണം ലഭിക്കില്ലെന്നാണ് ഉയർന്നു വരുന്ന ആശങ്ക. സംരക്ഷണം ഇല്ലാതാവുന്നതോടെ എന്ത് സംഭവിക്കും? പ്രദേശത്ത് ഖനനം വർദ്ധിക്കും. ഖനനം മാത്രമല്ല, ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ആരവല്ലി പ്രദേശങ്ങളിൽ റിയൽ എസ്റ്റേറ്റ്, നഗരവൽക്കരണം തുടങ്ങിയവയ്ക്ക് വഴി തുറക്കപ്പെടുമെന്നും ആശങ്കയുണ്ട്. ഇതിനകം വായുമലിനീകരണത്തിൽ ബുദ്ധിമുട്ടുന്ന രാജ്യതലസ്ഥാനമായ ഡൽഹിയെ രാജസ്ഥാൻ മരുഭൂമിയിലെ പൊടിക്കാറ്റിൽ നിന്ന് സംരക്ഷിക്കുന്നതും മരുവൽക്കരണം വ്യാപിക്കുന്നത് തടയുന്നതുമൊക്കെ ഈ പർവ്വതനിരകളാണ്. മാത്രമല്ല, പ്രദേശത്തെ ഭൂഗർഭ ജലസ്രോതസ്സുകൾ നിലനിർത്തുന്നതിലും ആരവല്ലിക്ക് വലിയ പങ്കുണ്ട്. കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, പരിസ്ഥിതിലോല മേഖലകൾ, തണ്ണീർത്തടങ്ങൾ, സംരക്ഷിത വനവൽക്കരണ മേഖലകൾ എന്നിവ വനം വന്യജീവി നിയമങ്ങൾ പ്രകാരം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മേഖല കൂടിയാണ് ആരവല്ലി. എന്നാൽ ഖനന പ്രക്രിയകളും മറ്റു പ്രവർത്തനങ്ങളും അധികമാവുന്നതോടെ ആരവല്ലിയുടെ സന്തുലിതാവസ്ഥ താളം തെറ്റും. ആരവല്ലി താഴ്വരയിലെ ബഫർ സോണുകളിൽ പലതും ഖനനത്തിനായി തുറന്നു കൊടുക്കപ്പെട്ടാൽ ഥാർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗത്തേക്കുള്ള വ്യാപനത്തിന് ഇത് കാരണമായേക്കും. അതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് രാജസ്ഥാനിലും ഹരിയാനയിലുമൊക്കെ പ്രതിഷേധം നടക്കുന്നത്. മാത്രമല്ല, കേന്ദ്രം ആരവല്ലി കുന്നുകളെ വിൽക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് കോൺഗ്രസും ആരോപിക്കുന്നുണ്ട്. അദാനിക്ക് നൽകാനുള്ള നീക്കമാണെന്ന് പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ജയറാം രമേശിന്റെ പ്രതികരണം. ഇപ്പോൾ തന്നെ ആരവല്ലി മലനിരകളുടെ 25%-ഓളം ഖനനം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ. ഹരിയാനയിലെ ദാദ്രി, ചർഖി ഉൾപ്പെടുന്ന ചില പ്രദേശങ്ങളിൽ ഖനനം മൂലം ഭൂഗർഭജലം കുറയുകയും അത് വലിയ വിഭാഗം ആളുകളെ പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട്. എന്നാൽ ഖനനം വർദ്ധിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം. മലനിരകളുടെ 0.19% മാത്രമാണ് ഖനനത്തിനായി ഉപയോഗിക്കുന്നതെന്നും പുതിയ ഖനന കരാറുകളൊന്നും നൽകില്ലെന്നും പ്രദേശം സംരക്ഷിത മേഖലയായി തന്നെ നിലകൊള്ളുമെന്നുമൊക്കെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറയുന്നത്. എന്നാൽ അനധികൃത ഖനനത്തെ എങ്ങനെ തടയാൻ കഴിയുമെന്നതിൽ സർക്കാർ വിശദീകരണമൊന്നും നൽകുന്നുമില്ല. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ 3 ഡിഗ്രി സ്ലോപ്പ് ഫോർമുല മാനദണ്ഡമാക്കിയാണ് ആരവല്ലി മലനിരകൾ സംരക്ഷിക്കപ്പെട്ടിരുന്നത്. പരിസ്ഥിതി ഭൂപട നിർമ്മാണ ആവശ്യങ്ങൾക്കായി ആരവല്ലി കുന്നുകളെ നിർവചിക്കാൻ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന പ്രത്യേക രീതിശാസ്ത്രമാണ് 3 ഡിഗ്രി സ്ലോപ്പ് ഫോർമുല. എന്നാൽ ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് പോയിന്റിൽ നിന്നല്ല ഇത്തരത്തിൽ ആരവല്ലി അതിർത്തി നിർവചിക്കപ്പെട്ടിരിക്കുന്നതെന്നും അതിരുകൾ നിശ്ചയിക്കാൻ ഈ രീതി ഉപയോഗിച്ചാൽ പിശകുകൾ ഉണ്ടാകുമെന്നുമാണ് കേന്ദ്രം കോടതിയിൽ പറഞ്ഞത്. എന്നാൽ ആരവല്ലിയുടെ ജോഗ്രഫി, ആവാസ വ്യവസ്ഥ, വന്യജീവി സംരക്ഷണം, കാലാവസ്ഥ തുടങ്ങിയ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാകണം നിർവചിക്കേണ്ടതെന്നും സംരക്ഷിക്കേണ്ടതെന്നുമൊക്കെയാണ് പരിസ്ഥിതിവാദികൾ ആവശ്യപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആരവല്ലി മലനിരകളായി ഉൾപ്പെടുത്തിയിരുന്ന ഭൂപ്രദേശങ്ങൾ പോലും പുതിയ നിർവചന പ്രകാരം പുറത്താകും. ആരവല്ലി മലനിരകളുടെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാനിലാണ് പല മേഖലകളും പുറത്താവുക. 4 സംസ്ഥാനങ്ങളിലെ 34 ജില്ലകളിലായാണ് ആരവല്ലി സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പുതിയ നിർവചന പ്രകാരം പല ജില്ലകളും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അതിൽ സവായി, മഖ്പൂർ, ചിറ്റോർഗഡ്, നഗൂർ എന്നിങ്ങനെയുള്ള ജില്ലകളെയാണ് പ്രധാനമായും ബാധിക്കുക. രാജസ്ഥാനിൽ 15 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ആരവല്ലിയുടെ 1,18,575 കുന്നുകളിൽ 99% അഥവാ 1,17,527 കുന്നുകളും പുതിയ നിർവചന പ്രകാരം ഒഴിവാക്കപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അത്തരത്തിലൊരു പഠനമൊന്നും എവിടെയും നടന്നിട്ടില്ലെന്നും അങ്ങനെ സംഭവിക്കില്ലെന്നുമൊക്കെയാണ് FSI നൽകുന്ന വിശദീകരണം. അതേസമയം 34 ആരവല്ലി ജില്ലകളിൽ 12 എണ്ണത്തിലും കുന്നുകളുടെ ശരാശരി ചെരിവ് 3 ഡിഗ്രിയിലും താഴെയാണ്. അതുകൊണ്ട് ഇവ FSIക്ക് കീഴിൽ നിന്നും ഒഴിവാക്കപ്പെടുമെന്നാണ് മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നത്. ആരവല്ലിയുടെ പുതിയ നിർവചനത്തിന് പുറത്തായാലും ഈ പ്രദേശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നാണ് കേന്ദ്രവും സുപ്രീം കോടതിയും പറയുന്നതെങ്കിലും ജനങ്ങളുടെ ആശങ്കയ്ക്ക് അത് പരിഹാരമാകുന്നില്ല. മറ്റു പ്രദേശങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടുമെങ്കിൽ അതെങ്ങനെയെന്നുകൂടി വിശദീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്.